പ്രിയമുള്ള പ്രേക്ഷകരെ നമസ്തേ. നമ്മുടെ ചർച്ച ചെയ്യുന്നത് മേൽപ്പത്തൂർ നാരായണ ഭട്ടപാദനാൽ വിരചിതമായ നാരായണീയത്തിലെ ബ്രഹ്മാവിൻ്റെ തപസ്സും വൈകുണ്ഠ ദർശനവുമെന്ന 7ാമത്തെ ദശകത്തിലെ 3ാമത്തെ ശ്ലോകമാകുന്നു. ആദ്യം നമുക്ക് ശ്ലോകം പഠിക്കാം, ശ്രദ്ധിക്കുക. കോസൗ മാം അവദത് പുമാനിതി ജലാപൂർണേ ജഗന്മണ്ഡലേ ദിക്ഷുദ്വീക്ഷ്യ കിമപ്യനീക്ഷിതവദാ വാക്യാർത്ഥമുത്പശ്യതാ ദിവ്യം വർഷസഹസ്രമാത്തതപസാ തേന ത്വമാരാധിതഃ തസ്മൈ ദർശിതവാനസി സ്വനിലയം വൈകുണ്ഠമേകാദ്ഭുതം. ഇനി പ്രസ്തുത ശ്ലോകത്തിൻ്റെ പദച്ഛേദം ശ്രദ്ധിക്കുക. കഹ അസൗ മാം അവദത് പുമാൻ ഇതി ജലാപൂർണേ ജഗന്മണ്ഡലേ ദിക്ഷു ഉദ്വീക്ഷ്യ കിം അഭി അനീക്ഷിതവദാ വാക്യാർത്ഥം ഉത്പശ്യത ദിവ്യം വർഷസഹസ്രം ആത്തതപസാ തേന ത്വം ആരാധിതഃ തസ്മൈ ദർശിതവാൻ അസി സ്വനിലയം വൈകുണ്ഠം ഏകാദ്ഭുതം. ഇനി പ്രസ്തുത ശ്ലോകത്തിൻ്റെ അന്വയമാണ് നാം ചർച്ച ചെയ്യുന്നത്, ശ്രദ്ധിക്കുക. കഹ അസോ പുമാൻ മാം അവദത് ഇതി ജലാപൂർണേ ജഗന്മണ്ഡലേ ദിക്ഷു ഉദ്വീക്ഷ്യ കിമപി അനീക്ഷിതവദാ വാക്യാർത്ഥം ഉത്പശ്യത തേന ദിവ്യം വർഷസഹസ്രം ആത്തതപസ ആരാധിതഃ ത്വം സ്വനിലയം ഏകാദ്ഭുതം വൈകുണ്ഠം തസ്മൈ ദർശിതവാൻ അസി. അടുത്തതായി ഈ ശ്ലോകത്തിൻ്റെ സാരാംശം ശ്രദ്ധിക്കുക. വിശ്വമണ്ഡലം മുഴുവൻ ജലാവൃതമായിരിക്കെ ഇപ്രകാരം എന്നോട് ഉപദേശിച്ചതാര്, പറഞ്ഞതാര് എന്ന് ചിന്തിച്ച് 4 ദിക്കിലും നോക്കിയെങ്കിലും ഒന്നും ദർശിക്കുവാൻ അദ്ദേഹത്തിന് ബ്രഹ്മാവിന് കഴിഞ്ഞില്ല. ആ അശരീരിയുടെ അർത്ഥം ഗ്രഹിച്ച ബ്രഹ്മാവ് 1000 ദിവ്യവർഷങ്ങൾ തപസ്സനുഷ്ഠിച്ചു. അങ്ങനെ ബ്രഹ്മാവിനാൽ ഭജിക്കപ്പെട്ട അങ്ങ് ഏകാതിശയകരവും സ്വവാസസ്ഥാനവുമായ വൈകുണ്ഠം അദ്ദേഹത്തിന് ദർശന വിഷയമാക്കുകയും ചെയ്തു. നമസ്തേ.